സീസണൽ അലർജി എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സീസണൽ അലർജിയിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഒരു പെർട്ടിക്കുലർ മന്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു പൂർണ്ണമായിട്ടുള്ള ക്യൂറോ ട്രീറ്റ്മെൻറ്റോ അല്ല, എങ്കിലും ഇതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ചെറിയൊരു ട്രിക്കാണ് പറയുന്നത്. നമ്മൾ പോളൻ കൂടുതലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ പൂമ്പൊടി കൂടുതലുള്ള സമയങ്ങളിലാണല്ലോ ഈ ഒരു അലർജി വരുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോഴ്സ് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അകത്ത് ഇരിക്കുകയാണെങ്കിൽ തന്നെ ജനലും വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് പുറത്തുനിന്നുള്ള കാറ്റ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരിക, കളിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് അവരെ ബ്രഷ് ചെയ്ത് നീറ്റ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവർ പുറത്തൊക്കെ കളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ രോമത്തിലൊക്കെ ഈ പോളൻ പൂമ്പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മളാണെങ്കിലും പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഷവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ ദേഹത്തോ ഡ്രസ്സിലോ ഒക്കെ ഇതേപോലെ പൂമ്പൊടി പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളും ഒന്ന് കുളിക്കുകയും അതേപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഹെപ്പ ഫിൽറ്റേഴ്സ് പോലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എയർ പ്യൂരിഫയേഴ്സ് ഒക്കെ നമുക്ക് വീട്ടിനകത്ത് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ ചെറിയ മെറ്റീരിയൽസ് പോലും ഹെപ്പ ഫിൽറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയി വരുന്നത് വരെ ഇത്തരം ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ ഒരു രക്ഷ നേടാനായിട്ട് പറ്റും.